ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഊണിന് വേണ്ടിയിട്ട് കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ 1 കിലോ കരിമീൻ ഇവിടെ വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കത്തി വെച്ച് നമുക്ക് ഇരുവശവും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഞാൻ അരച്ചെടുത്തതാണ്. വെള്ളത്തിലല്ല കേട്ടോ, ഞാനത് പച്ച വെളിച്ചെണ്ണയിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 5-10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. കരിമീൻ പൊള്ളിച്ചത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ കരിമീൻ ഓരോന്നായിട്ട് വറുക്കാനായിട്ട് അതിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്പുറ വശം കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പൊള്ളിക്കാനായിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് 1-2 സവാള അരിഞ്ഞത്, ഒരു തക്കാളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവം വരെ നമുക്ക് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും വേണമെങ്കിൽ ഫിഷ് മസാലയും ചേർക്കാം. അതിന് ശേഷം ഞാനിവിടെ വാളൻപുളിയുടെ വെള്ളം, ഒരു ചെറിയ ബോൾ വാളൻപുളിയുടെ വെള്ളം ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പുളി പിടിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് വാളൻപുളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മുടെ കരിമീൻ, 2 കഷ്ണം കരിമീനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. 2 കരിമീൻ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ ചാറൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ടാവും. ഈ പരുവം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കരിമീൻ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുക്കാം. നമുക്കൊരു വാഴയില വാട്ടി നന്നായി വാട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കരിമീൻ അതിലേക്ക് ഇടാം. കരിമീൻ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ചാറ്, കുറച്ച് കട്ടിയുള്ള മസാല കൂട്ടും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് 1 കഷ്ണം സവാളയും 1 കഷ്ണം തക്കാളിയും വേണമെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഇത് നമ്മുടെ വാഴയിലൊക്കെ നന്നായി പൊതിഞ്ഞ് വാഴനാരിലേക്ക് കെട്ടി ഒരു കരിമീൻ പീസും കൂടി ഞാൻ ഇതേപോലെ സെറ്റാക്കുന്നുണ്ട്. ഇതേപോലെ നന്നായി കെട്ടി വയ്ക്കുക, അഴിഞ്ഞ് പോകരുത്, നന്നായി കെട്ടുക. ഇനി ഒരു കരിമീനും കൂടി അതിൻ്റെ മസാലയൊക്കെ ഇട്ട് സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് കെട്ടുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമ്മുടെ ഈ 2 കരിമീൻ വാഴയില കെട്ടിയത് നമുക്കങ്ങ് പൊള്ളിച്ചെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതേപോലെ പൊള്ളിച്ചെടുക്കാം. ഒരു വല്ലാത്തൊരു ഫ്ലേവർ തന്നെയാണ്. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ പൊള്ളിച്ച കരിമീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.